ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ വയനാട്ടിലുള്ള കർലാട് റിസോർട്ടിനെ പറ്റിയാണ്. ഈ റിസോർട്ട് കോഴിക്കോടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നടത്തുന്നത്. ഒരു 5 ഏക്കർ താഴെ വരുന്നൊരു ഏരിയയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സമതലപ്പല്ല, ചെറിയ ചെറിയ കുന്നുകളുണ്ട്, അത് തന്നെ എൻ്റെ ഭംഗി. ഇപ്പം നമ്മൾ ഏറ്റവും അടുത്തൊരു പിക്നിക് സ്പോട്ട് എന്ന് പറയുന്നത് ബാനാസുര സാഗർ ഡാമാണ്. കൽപ്പറ്റയിൽ നിന്നാണെങ്കിൽ 13 കിലോമീറ്റർ വരും. കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞു 80 കിലോമീറ്റർ. നമ്മളിപ്പോൾ കർണാടകയിൽ നിന്നാണ് വന്നെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് 300, മൈസൂരിൽ നിന്ന് 170 കിലോമീറ്റർ വരും. അതല്ല സുൽത്താൻ ബത്തേരിയിൽ നിന്നാണെങ്കിൽ നമ്മൾ അവിടെ താമസിച്ചിട്ട് ജംഗിൾ സഫാരി കഴിഞ്ഞാൽ വന്നെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 37 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സമതലപ്പായിട്ടൊരു ഭൂമിയില്ല. അതുകൊണ്ട് നമ്മൾ വലിയ വണ്ടിയിലാണ് വന്നെങ്കിൽ നമ്മൾക്ക് ഒരു ടെമ്പററി മുകളിലുള്ള വണ്ടിയാണെങ്കിൽ നമ്മുടെ ലഗേജ് ആയിട്ട് നമ്മളിങ്ങോട്ട് വരേണ്ടി വരും. പിന്നെ ഇവർ അവരുടെ വണ്ടികളിൽ നമ്മുടെ ലഗേജിൽ എത്തിച്ചേരുന്നുണ്ട് മുകളിൽ. കാറും അതിൽ ടെമ്പററിലെല്ലാം കയറിപ്പോരും. അപ്പം നടന്ന് കയറുക, നടന്നിറങ്ങുക, അതിൻ്റെ ഇതിൻ്റെ ഭംഗി. ഒരുപാട് മരങ്ങളായാലും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ചെറിയൊരു കുന്നിലും 2 കോട്ടേജ് വെച്ചാണ് ഇതിൽ പണിതിരിക്കുന്നത്. എല്ലാ കോട്ടേജും നോക്കി നമുക്ക് ലേക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ഈ കർലാട് ലേക്കിലെ വെള്ളം ശരിക്കും ബാനാസുര സാഗർ ഡാമിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കൾച്ചർ ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കഥകളി, അങ്ങനത്തെ ഓരോ പേരുകളാണ് കോട്ടേജിന് കൊടുത്തേക്കുന്നത്. തൊട്ടാവാടികളാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് നോസ്റ്റാൾജിക് മൂമെൻറ്റ്സ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. പിന്നീട് റെസ്റ്റോറൻറ്റിൻ്റെ 2ാമത്തെ നിലയിലാണ് സ്വിമ്മിംഗ് പൂൾ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു വലിയ ഗേറ്റ് കടന്നാണ് നമ്മൾ കർലാട് റിസോർട്ടിലോട്ട് വരുന്നത്. ഇതുവരെ തന്നെ രാവിലത്തെ ഒരു നടപ്പാക്കാം. സമയം ഒരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കർലാട് ലേക്കിന് ചുറ്റും ഇതുപോലത്തെ ചെമ്മൻ വഴികളുണ്ട്. അത് മാത്രമല്ല കുറച്ച് നമ്മൾ നടന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ ലേക്കിന് വശങ്ങളിലായിട്ട് 2-3 ഇരുമ്പിൻ്റെ ആൾക്കാർക്ക് ഇരിക്കാവുന്ന മഴ നനയാത്ത കൂടാരങ്ങളുണ്ട്. പക്ഷെ കൂടാരങ്ങളെല്ലാവരും ചങ്ങനെ കൊണ്ട് നോക്കിയത് താടിട്ട് കൂട്ടിയൊക്കെയാണ്. അതൊരു ഉദ്ദേശിച്ച ഡെവലപ്മെൻറ്റ് വരാണ്ടാണോ, ആളില്ലാണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയാണോ എന്നറിയില്ല. നിലവിലത് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി ഈ വഴിയോട് നടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് അത് അവിടെ ചെന്നാലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. മൂടൽ മഞ്ഞും തണുത്ത ഇലകളും തണുത്ത കാറ്റും കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ തരുന്ന റൂം എന്ന് പറയുന്നത് വളരെ നല്ല സ്റ്റാൻഡേർഡുള്ള റൂമാണ്. വിത്ത് AC ആണ്, നല്ല ബെഡാണ്, കോഫി മേക്കർ ഉണ്ട്. അതേപോലെ തന്നെ ബാത്റൂം ആണെങ്കിൽ വാഷ് ബേസിൻ എല്ലാം നല്ല തരുന്ന എമ്യൂണിറ്റീസ് എല്ലാം സൂപ്പറാണ്. വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ എന്ത് വന്നാലും വയനാട്ടിൽ വന്നെങ്കിൽ ഈ റിസോർട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. കർലാട് റിസോർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്റ്റേ ആയിരിക്കും, നല്ലൊരു മാനേജ്മെൻറ്റാണ് ഇത് റൺ ചെയ്യണത്. ഈ ഒരു വഴിയിൽ കൂടിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുമ്പം ബ്രെഡ്, ജാം, ബട്ടർ, ഇത് കൂടാണ്ട് ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വിത്തൗട്ട് ചായ, വേണമെങ്കിൽ ബ്ലാക്ക് ടീ അവർ തരുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇത് നല്ലൊരു റിസോർട്ടാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നുള്ള നമ്മുടെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഞങ്ങൾ രാത്രി വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. അതൊന്ന് വീഡിയോ എടുത്തതാണ്. കാരണം രാത്രി എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ചെയ്തായിരുന്നു. അപ്പോൾ വളരെ സൈലൻ്റാണ്. ക്രിക്കറ്റിൻ്റെയൊക്കെ സൗണ്ടുകളാണ് കേട്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ വന്നാലും നിങ്ങൾ താമസം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഒരേ ആൾക്കാരുടെ കൂടെ വീണ്ടും ഒരേ സ്ഥലത്ത് താമസിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ്. നിങ്ങളിത് പ്ലാൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.